ഓറാ സഖറലബ ഷിക്കറബ ഖറബറിതിക്ക്. അമ്മ മരമ പ്രാർത്ഥിച്ചോട്ടോ. അമ്മേ കേൾക്കാമോ? ഞാൻ പ്രാർത്ഥിക്കാനോ? പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ നല്ല കർത്താവേ, നല്ല സന്ധ്യാവേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മീറ്റിംഗ് കർത്താവെ കടന്നു വരുന്ന എല്ലാ മക്കളുമായിട്ട് ഞങ്ങൾ ചേർന്ന് കടന്നു വരികയാണ്. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഈ മീറ്റിംഗ് ഹല്ലേലൂയ നടത്തുവാൻ തൊക്കണം കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ആരും വന്നില്ല എങ്കിലും സ്വർഗം ഇതിൻ്റെ നടുവിലുണ്ട്. വചനം സംസാരിപ്പാൻ ദാസനെ നീ അയച്ചിട്ടുണ്ട്. തക്ക സമയത്ത് എല്ലാം ഭംഗിയായി നടക്കാൻ ഇടയാക്കണമേ കർത്താവെ. നിന്റെ മകളുടെ മേൽ ഒരു വലിയ അഭിഷേകത്തെ നീ അയച്ച് അറിയിക്കാനുള്ളതൊക്കെ നീ അറിയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാനുള്ള മക്കളെല്ലാം തക്ക സമയത്ത് കടന്നു വരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ. ശത്രു ആരെയും തടയാൻ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് എല്ലാവരും ആവശ്യമാർന്ന നന്മ പ്രാപിച്ച് കടന്നു ഇടയാക്കണമേ. ആദ്യ അവസാന സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഏലിയാവിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച് ഏലിശ പുതപ്പെടുത്ത് യോർദാനെ ചക്കര കടന്നതുപോലെ തന്നെ ഒരു വലിയ ശുശ്രൂഷ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ നടക്കാൻ തൊക്കണം കർത്താവ് സഹായിക്കും. വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാൽ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. എന്നിട്ട് തിരുവചന ധ്യാനത്തിലേക്ക് കടന്നു പോവാം. 8:30 പാസ്റ്റർ സുമേഷ് പാസ്റ്റർ നമ്മളോട് ശുശ്രൂഷ ചെയ്യുന്ന അറിയിക്കും. അതുവരെ വേഗം എല്ലാവരും ജോയിൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ ഗൂഗിൾ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അത്ഭുതം ചെയ്യാൻ പോവുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? God is in our midst and God is going to do miracles. Halabashandara. So pray and hallelujah. Expect great things from God. So let us sing a song and praise the Lord. Hallelujah. Ishuve Datha Angeye ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ.
കൊതിക്കുന്നു മുട്ടോളമല്ല അരയോളവും പോരാ നിന്നെ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ മുട്ടോളമല്ല അരയോളവും പോരാ നിന്നെ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഹാലേലൂയ. വിഖാലാബാശാത്തര റിക്കോ റസ്യാന്തര. ഹാലേലൂയ. മുട്ടോളമല്ല അരയോളം പോരാ. ഹാലേലൂയ. കർത്താവിൽ ഇന്ന് രാത്രി നമുക്ക് മുങ്ങി ഹാലേലൂയ കർത്താവിൽ നിന്ന് വൻ കൃപകൾ പ്രാപിക്കാം. ഹാലേലൂയ. നമുക്ക് നേരെ തിരുവചന ധ്യാനത്തിലേക്ക് കടന്നു പോകാം. ഹാലേലൂയ. പുറപ്പാട് പുസ്തകം. ഹാലേലൂയ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15ഉം 16ഉം വാക്യങ്ങളാണ്. ഹാലേലൂയ. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസ്സി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ്. യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയെ യുദ്ധമുണ്ട് എന്ന് അവൻ പറഞ്ഞു. ഹാലേലൂയ. യഹോവ നിസ്സി, യഹോവ എൻ്റെ കൊടി. ഹാലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാം, യഹോവ നമ്മുടെ കൊടിയാണ്, യഹോവ നമ്മുടെ നിസ്സിയാണ്. ഹാലേലൂയ. അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഹാലേലൂയ, മാറയിൽ എത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞു മോശയുടെ നേരെ പിറുപിറുത്തു. ഹാലേലൂയ. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഹാലേലൂയ ചില പരീക്ഷണങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോയിട്ടുള്ളവരാണ്, കടന്നു പോകുന്നവരാണ്. ബിക്കോസ് ത്രൂ ട്രയൽസ് ഒള്ളി നമ്മുടെ വിശ്വാസം കർത്താവിന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹാലേലൂയ. നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് സ്ഥാനം കൊടുക്കുന്നു. ഹാലേലൂയ. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിലേക്കാണോ അല്ല നമുക്കുള്ള എന്തെങ്കിലും ഒരു നന്മയിലേക്കാണോ നമ്മുടെ ഫോക്കസ് എന്ന് സ്വർഗത്തിലെ കർത്താവ് നോക്കും. ഹാലേലൂയ. ഇവിടെ നമുക്ക് കാണാം, അമാലേക്ക് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തപ്പം ഹാലേലൂയ കർത്താവ് മോശയ്ക്ക് ഹാലേലൂയ വിക്ടറി കൊടുത്തു, ജയം കൊടുത്തു. അതാണ് യഹോവ നിസ്സി എന്ന് പേരിട്ടു. ഹാലേലൂയ. നമുക്കറിയാം, മോശ ആ പർവ്വതത്തിന്റെ മുകളിൽ ഒരു റോഡുമായി നിന്നു, അല്ലെ, ഒരു വടിയുമായി നിന്നു. ഹാലേലൂയ. എത്രത്തോളം മോശ ആ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അപ്പോഴെല്ലാം ഇസ്രായേൽ ജനത്തിന് ജയമുണ്ടായി. ഹാലേലൂയ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം നമ്മൾ വായിച്ചാൽ ഹാലേലൂയ അവിടെ ഇങ്ങനെ എഴുതിയേക്കണേ, മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവയെ ചെയ്തു, അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയപ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. ഹാലേലൂയ. എപ്പോഴൊക്കെ നമ്മൾ പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആ അൽത്താറിൽ ഹാലേലൂയ കൈ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമോ, അത്രത്തോളം നമ്മുടെ വിഷയങ്ങളുടെ മേലും നമ്മുടെ സകല കാര്യങ്ങളുടെ മേലും കർത്താവ് ജയം തരും. ഹാലേലൂയ. സോ ഓൾറെഡി നമ്മുടെ സൈന്യത്തിൻ്റെ നേതാവെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഹാലേലൂയ. കർത്താവ് യേശുക്രിസ്തു, നമ്മൾ എബ്രായ ലേഖനം 7-ന്റെ 25 നോക്കുമ്പോൾ എബ്രായ ലേഖനം 7-25 നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സ്വർഗത്തിലെ കർത്താവ് എപ്പോഴും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി
ഹാലേലൂയ ഇന്റർസെസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ. ഹാലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മുടെ വിഷയം കർത്താവ് കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? ഹാലേലൂയ. റിഖാറാബ സന്തര പ്രാർത്ഥനയുടെ നടുവിൽ എന്തുകൊണ്ട് വിടുതൽ താമസിക്കുന്നു? ഹാലേലൂയ. ആക്ച്വലി പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ച എബ്രായലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യപ്രകാരം Jesus Christ is sitting in the highest place of heaven lifting up his hands for you. Hallelujah. കർത്താവിന്റെ കരം എത്രത്തോളം ഉയർന്നിരിക്കും അത്രത്തോളം നമുക്ക് ജയം ഓൾറെഡി കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് ജയം തന്നു കഴിഞ്ഞു. നമ്മൾ യെശയ്യാ പ്രവചനം ഹല്ലേലൂയ റിഖാലബശന്തര നമ്മൾ യെശയ്യാ പ്രവചനം ഹല്ലേലൂയ 40-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ 40-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. സോ നമുക്ക് വേണ്ടി വിക്ടോറിയസ് ആയിട്ട് ജയാളിയായി കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇന്റർസെസ് ചെയ്യുന്നു എന്ന്. ഹല്ലേലൂയ. നമ്മൾ പല വാക്യങ്ങൾ പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം യോശുവ, ഹല്ലേലൂയ, when he went down to the battleground, hallelujah, ഹാരവശന്തരേ റിക്കോ റസ്യാന്തര, അവിടെയും ഹാലേലൂയ അതിനെയും കാണിക്കുക. ജീസസ് is sitting in the heavenly throne. ഹാലേലൂയ. So you are wrestling with നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഡാർക്ക് പവേഴ്സ്. ഹാലേലൂയ. ആക്ച്വലി നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണാം. എഫീഷ്യൻസ് ലേഖനം 6:12 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയേക്കണോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനിടയ്ക്ക് ജോയിൻ ചെയ്യവരെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട് സർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. എന്താണ് ദൈവമക്കളെ സർവായുധം? നിങ്ങൾ അരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കമുണ്ടാകണം, കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പളെ ഒക്കെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ശത്രുവിന്റെ അറ്റാക്സിനെ നമുക്ക് ജയിക്കാൻ കഴിയും. ഉടാല ഷാക്കാരല ബഷന്തര. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വി ആർ ഓൾറെഡി ഓൺ ദ വിക്ടറി ഗ്രൗണ്ട്. ഹാലബഷന്തര. ആക്ച്വലി ജീസസ് ഫോർട്ട് ഫോർ us on the cross. കർത്താവ് ഓൾറെഡി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ജയം നൽകി കഴിഞ്ഞു. ആക്ച്വലി വി ഹാവ് ടു ജസ്റ്റ് പ്രൊക്ലെയിം ദ വിക്ടറി. കർത്താവ് ഹല്ലേലൂയ നമുക്ക് തന്ന ജയത്തെ നമ്മൾ ഹല്ലേലൂയ വി ഹാവ് ടു ജസ്റ്റ് സെലിബ്രേറ്റ്. കർത്താവ് തന്ന വിജയം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. കർത്താവിനോട് പറയാം, കർത്താവേ, താങ്ക് യു ജീസസ് ഫോർ ദ വണ്ടർഫുൾ വിക്ടറി ദാറ്റ് യു ഹാവ് ഗിവൻ us on the cross. Hallelujah. So your victory is already decided in invisible realm. നമ്മളത് ആത്മാവിൽ കണ്ടുകൊണ്ട് നമ്മൾ പോരാടി പ്രാർത്ഥിക്കുക. അതാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. All you have to do in this battle is just നമ്മൾ വാൾ എടുത്ത് ഹാലേലൂയ എനിമിയെ അറ്റാക്ക് ചെയ്യുക. വാൾ എന്താണ്? ദൈവവചനം എന്ന വാൾ, ഇരുവായ്ത്തലയുള്ള വാൾ. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ കർത്താവ് യേശുക്രിസ്തു സാത്താനോട് എതിരിട്ടത് തൻ്റെ വചനത്തിലൂടെയാണ്. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഭയങ്കര മഴയാണ്, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. റിബാല ശന്തര റിക്കോ റസ്യാന്തര. അപ്പം കർത്താവ് യേശുക്രിസ്തു നമുക്കറിയാം ഉപവാസം കഴിഞ്ഞ് താൻ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടപ്പോൾ
തനിക്കെതിരെ സാത്താൻ പലവിധ ട്രയൽസ് കൊണ്ടുവന്നു. അവിടെ എല്ലാം കർത്താവ് യേശുക്രിസ്തു ജയിച്ചത് ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ കൊണ്ടാണ് ജയിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഫിസിക്കലി വരുന്ന അറ്റാക്സിനെ നമ്മൾ ജയിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഹീലിംഗ്, നമുക്കിപ്പോൾ ഒരു അസുഖമുണ്ട്, പലവിധങ്ങളായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യു ഹാവ് ടു ടേക്ക് ദ ഹീലിംഗ് സ്ക്രിപ്റ്റേഴ്സ് ഫ്രം ദ ബൈബിൾ ആൻഡ് ജസ്റ്റ് ഡിക്രീ ആൻഡ് ഡിക്ലെയർ ഇറ്റ്. നമ്മൾ അത് ഹീലിംഗ് വചനങ്ങൾ എടുത്ത് കൺഫസ് ചെയ്ത് നമുക്ക് അതിന്മേൽ ജയം ലഭിക്കും. ഹല്ലേലൂയ. പിന്നെ നമുക്കിവിടെ അഹരോന്റെ കാര്യം അറിയാം. ഹല്ലേലൂയ. ഇതുപോലെ മോശെ എന്താ പറയുക, കൈ ഉയർത്തി, they took a stone and put it under him. Both of them held up his hands till the victory was complete. ആ ജയം കിട്ടുന്നത് വരെ ആ മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വിക്ടറി തന്നു കഴിഞ്ഞു ദൈവമക്കളെ. ആക്ച്വലി വി ആർ ഇൻ ദ വിക്ടറി ഗ്രൗണ്ട്. നമ്മളെല്ലാം ജയിച്ചവരാണ്. ജയാളിയായ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ. ഹല്ലേലൂയ. ആ ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും വെക്കുവാണെങ്കിൽ ജീവിതത്തിൽ വരുന്ന സകല പരാജയങ്ങളെയും ജയിക്കുവാൻ നമുക്ക് കഴിയും. ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ വളരെ പ്രതികൂലങ്ങളിലൂടെ ഞാൻ കഴിഞ്ഞ നാളുകൾ കടന്നുപോയി, കുറേ മാസങ്ങൾക്ക് മുന്നേ. ആ സമയങ്ങളിൽ ഞാൻ കൂടുതൽ സമയം വചനം വായിക്കുമായിരുന്നു. ഹല്ലേലൂയ. I used to confess the word. Hallelujah. I'll take the words, എന്താ പറയുക, Bible words from the Bible and just confess with my mouth. Hallelujah. വചനത്തിന് ഭയങ്കര ശക്തിയാണ് ദൈവമക്കളെ. Hallelujah. വചനത്തിൻ്റെ ഓരോ വാക്കിനും ദൈവശക്തി വ്യാപരിക്കും. സോ ഈ മോസസ് അവിടെ ഒരു അൾത്താർ ഉണ്ടാക്കി, യഹോവ നിസ്സി എന്ന് പേരിട്ടു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, ലോർഡ് വിൽ ബി അറ്റ് വാർ അഗൈൻസ്റ്റ് അമാലേക്ക് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഇപ്പോഴും നമുക്ക് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തന്ന ജയത്തെ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. യഹോവ നിസ്സി എന്ന ബാനർ ഇന്ന് രാത്രി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയരട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ നിരന്തരമുള്ള ജീവിതത്തിലും പ്രൈസിംഗ് ഗോഡ്, കർത്താവിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾക്ക് ശത്രുവിനെ ജയിക്കുവാൻ സ്വർഗ്ഗത്തിലെ കർത്താവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. When we praise, കർത്താവിന്റെ വലിയ സാന്നിധ്യം നമുക്ക് ചുറ്റും കവർ ചെയ്യും മക്കളെ. അപ്പം എന്താ പറയുക, ഡാർക്ക് പവേഴ്സിന് നമ്മുടെ അടുക്കൽ വരാൻ കഴിയത്തില്ല. ഞാൻ ഈ മീറ്റിങ്ങിലാണോ എവിടെയോ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദേവദാസൻ ഒരിക്കൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു യാത്രയ്ക്ക് പോകാൻ നിൽക്കുമായിരുന്നു. ഹല്ലേലൂയ. ആ ദേവദാസന്റെ അടുക്കൽ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ദേവദാസൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചുറ്റും ഒരു വലിയ ദൈവ സാന്നിധ്യം കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ദേവദാസനാണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ശുശ്രൂഷയിലുള്ള ഒരു ദേവദാസനാണ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം ആ പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പം ആ ദേവദാസൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ദൈവമക്കളെ. കർണാടക സൈഡിൽ നിന്നുള്ള ഒരു വളരെ ഏജ്ഡ് ആയിട്ടുള്ള റൂറൽ ഏരിയാസിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസനായിരുന്നു. ഹല്ലേലൂയ. ആ ദേവദാസൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു 2 മീറ്റർ ചുറ്റളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം നിങ്ങളെ കവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, അപ്പം ഇത് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം? ഇത് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് ദൈവമക്കളെ? നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടും നമ്മൾ കർത്താവിനെ ദിനംതോറും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് കൊണ്ടും വചനം ശുശ്രൂഷിക്കുന്നത് കൊണ്ടും ഉദാലകശന്തരെ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത് വഴി ദൈവത്തോട് നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു അതനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ള ഈ വലയം കൂടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ സാന്നിധ്യം നമുക്ക് ചുറ്റും എത്ര തിക് പ്രസൻസ് നമുക്ക് ചുറ്റും ഉണ്ടോ അത്രത്തോളം നമ്മൾ സേഫാണ്. ഒരു ശത്രു നമ്മുടെ അടുക്കൽ വരത്തില്ല. ഉദാലകശന്തരെ റിക്കോ റസ്യാന്തരാലവശന്തരെ. ഞാൻ എന്നെ പുകഴ്ത്തി പറയുമല്ലോ കേട്ടോ. കുറച്ച് നാൾ മുന്നേ ഞാൻ സ്ഥിരം ഞങ്ങളുടെ ഇവിടുത്തെ മാർക്കറ്റിൽ പോകാറുണ്ട്. ഒരു ദിവസം ഞാൻ മാർക്കറ്റിൽ നിന്ന് ഫിഷ് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു മീൻ വിറ്റുകൊണ്ടിരുന്ന ഒരു ആൻറ്റിക്ക് ഭൂതവളൽ അവരങ്ങോട്ട് അലറി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അടുത്തിരുന്നവരൊക്കെ ഞാൻ ചോദിച്ചത് എന്താ പറ്റിയവർക്ക് ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നല്ലോ.
അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സംഭവം ഉണ്ട് ദൈവമക്കളെ. നമ്മുടെ ഓരോ കാൽവെപ്പിലും നമ്മളിൽ ദൈവ സാന്നിധ്യം ഉള്ളിടത്തോളം we are actually the light of the world. കർത്താവ് പറഞ്ഞു, I am the light of the world. Now you are the light of the world. When you have received Jesus Christ, യേശു കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള ഓരോ ദൈവ പൈതലും is the light of the world. നമ്മുടെ ചുവടുവെപ്പുകളിൽ ഹല്ലേലൂയ, ഓരോ ചുവടുവെപ്പ് നമ്മൾ വെക്കുമ്പോഴും അവിടെ ആക്ച്വലി ആ ഡാർക്ക്നെസ് മാറുവാണ്, നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഏറ്റവും വിശുദ്ധമായിരിക്കണം, ദൈവത്തോട് പറ്റിയിരിക്കണം. ഹല്ലേലൂയ, ദൈവത്തെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം. ദൈവവചനമെന്ന ഇരുവായ്ത്തലയുള്ള വാൾ എപ്പോഴും നമ്മൾ റെഡിയായി വെച്ചേക്കണം. ഹല്ലേലൂയ, നമുക്കറിയത്തില്ല ഏത് സമയത്താണ് we are going to be attacked. ഹല്ലേലൂയ, ബട്ട് വചനം നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം ഒരു ശത്രുവിനും ഒരു പ്രതികൂലത്തിനും ഒരു രോഗത്തിനും നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. റിഖാലാബ ശാന്തകര സിക്കോ റസ്യ നരാലവശന്തരേ റിഖാലബശാന്തരേ റീസ്യ നരാലവശന്തര. ആരെങ്കിലും എന്നെ കേൾക്കുന്ന രോഗാവസ്ഥയിലോ ഫൈനാൻഷ്യൽ ഇഷ്യൂസിലോ ഏത് വിഷയത്താണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, യു ടേക്ക് ദ ബൈബിൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള വചനങ്ങൾ കണ്ടുപിടിക്കുക. Start confessing that words. ആ വേഴ്സസ് എടുത്ത് നിങ്ങൾ കൺഫസ് ചെയ്ത് നോക്ക്. God will start working in you. ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിച്ച് ഹല്ലേലൂയ നമ്മൾ ആ വിഷയത്തിന്റെ നടുവിൽ നമ്മൾ വിട്ടുതന്നെ പ്രാപിക്കും. ഹാലവശന്തരേ റിക്കോറസ്യാന്തരാലവശന്തരേ, കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ, കർത്താവിന് നമ്മൾ കീഴടങ്ങുക, Satan will flee away from you. Hallelujah. Rikaralabashatere Rico Rasya Daralabashandere Uralabashiko Rasya Daralabashandere. കർത്താവിന് നമ്മൾ കീഴ്പ്പെട്ട് കർത്താവിന്റെ പ്രമാണത്തിലും വചനത്തിലും വിശുദ്ധിയിലും നമ്മൾ നിൽക്കുവാണെങ്കിൽ നോ എനിമി ക്യാൻ ടച്ച് us. നോ എന്താ പറയാ, നോ obstacles can. ഹാലേലൂയ, നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. ഹാലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടുന്ന സമയം യു ഹാവ് ടു മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. കിട്ടുന്ന സമയമെല്ലാം വചനം ധ്യാനിക്കുക. ഹാലേലൂയ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, വേറൊരു സാക്ഷ്യം എനിക്ക് ഓർമ്മ വരുന്നു. ഞാനൊരു ബസ്സിൽ ഞങ്ങളുടെ പ്രേയറിന് 2 ബസ് കയറിയിട്ടാണ് ഞങ്ങളുടെ ചേർച്ചിൽ പോണ സൺഡേ. പോകുമ്പോൾ ഞാൻ ഒരിക്കൽ നോക്കും, ഭയങ്കര തെള്ളുള്ള ഒരു ബസ്സിനകത്ത് ഒരു സഹോദരി ഇരുന്ന് ബൈബിള് വായിക്കുന്നു. ഭയങ്കര തിരക്കാണ്, അതിനകത്തിരുന്ന് അവർ സ്പീഡിൽ വായിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവേ, ഈ ഇടുക്കുള്ള ബസ്സിനകത്ത് എങ്ങനാ ഇവിടെ ഇരുന്ന് ബൈബിള് വായിക്കണം? നമ്മളൊക്കെ ബൈബിൾ ഉണ്ട്, നമ്മുടെയൊക്കെ ബാഗിനകത്ത് വെച്ചേക്കുക. അവർ കാര്യമായിട്ട് അവർ ചർച്ചിലേക്ക് പോവുകയാണ്, ഒരുക്കത്തോടെ പോവുകയാണ്. പഴയ നിയമം നമ്മൾ പഠിച്ചാൽ നമുക്കറിയാം, യഹൂദ ജനം അവരിങ്ങനെ സങ്കീർത്തനങ്ങൾ പാടിയാണ് അവരുടെ ചേർച്ചസിൽ കടന്നു പോണെ. ഹല്ലേലൂയ. ആരോഹണം അവരോഹണം. അതുകൊണ്ടാണ് നമ്മൾ അതിൽ സേല എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കാണുന്നില്ലേ സങ്കീർത്തനങ്ങളിൽ. സോ ദേ വിൽ സ്റ്റാർട്ട് സിംഗിങ്. നമ്മൾ അവരുടെ ഭവനങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ അവർ സങ്കീർത്തനങ്ങൾ ആരോഹണം അവരോഹണമായി പാടിയാണ് യഹൂദന്മാര് അവരുടെ ടെമ്പിളിനുള്ളിൽ കയറിയിരുന്നത്. ഹല്ലേലൂയ. ലൈക്ക്വൈസ് പുതിയ നിയമത്തിൽ നമുക്ക് തിരുവചനം ഏത് സമയത്തും നമുക്ക് വായിക്കാം. അവർ ആക്ച്വലി ആലയത്തിൽ പോകുമ്പോൾ മാത്രമാണ് വചനം വായിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനല്ല, ഏത് സമയത്ത് ബസ്സിലായിക്കോട്ടെ എവിടെയാണെങ്കിലും വചനം വായിക്കാനുള്ളൊരു ദാഹം നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാല ശഖറലബ റിക്കോ റസ്യാം ധരാലവശന്തരെ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ വചനങ്ങളാൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഓരോരുത്തരെയും തൊടുമാറാകണം കർത്താവേ. ഹല്ലേലൂയ. റിഖാലാബ ശാന്തര റിഖാ റസ്യാന്തര. കർത്താവേ, എന്നെ കേൾക്കുന്ന രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, I am praying Daddy, let your stripes hallelujah heal them in this night Daddy. Halabashantara, let your healing power touch
Hallelujah. All the sick and heal in this night, Daddy. Udalaba, shakaralaba. ഏത് വിഷയത്തിലാണോ അവർ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ സ്വർഗീയ കരം ചലിക്കുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കടന്നു വന്ന് ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. റിഖാലാബ സന്തരെ റിക്കോ റസ്യാന്തരാലവ ശന്തരെ. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയായി തീരട്ടെ കർത്താവെ. അവർ ഏത് വിഷയത്തിന് ഭാരപ്പെടുന്നു, കണ്ണുനീരോടെ ആയിരിക്കുന്നു, അവരുടെ ഫാമിലി ആയിരിക്കുന്നു കർത്താവെ, ആ വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓ, ഞങ്ങൾ കടന്നു വരുന്ന കർത്താവെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗത്തിലെ കർത്താവ് അങ്ങയുടെ ദാസനെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓ, ഞങ്ങൾക്ക് എല്ലാ കാലാവസ്ഥ എല്ലാം കർത്താവ് അനുകൂലമാക്കി തീർത്തല്ലോ, എല്ലാവരെയും പരിശുദ്ധാത്മാ കൂട്ടി വരുത്തിയല്ലോ. എല്ലാറ്റിനും എൻ്റെ ഡാഡിയെ നന്ദിയോടെ സൂചിച്ച് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസനെ ഇന്ന് രാത്രി ശക്തമായി കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരോടും അപ്പൻ സംസാരിക്കണമേ, ഞങ്ങളുടെ കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ കാതുകളിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കുന്നു അപ്പാ. ഓ റിഖാരാസ്യാന്തരാലവശന്തരെ. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയാചനപ്പിച്ചുകൊണ്ടിരിക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് ഒടിച്ചും വെച്ച് യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്.